ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കല്യാണത്തിനിടാനായിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലൊരു പരീക്ഷണം നടത്തണേണ്. പരീക്ഷണമല്ല കേട്ടോ, ഇതിന് മുമ്പ് ഞാൻ ബ്ലൗസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലൈസ് പിടിപ്പിക്കുക, ഇതേപോലെ എംബ്രോയ്ഡറിയും ചെയ്യും കേട്ടോ. ഇതിന് മുമ്പ് ഇട്ടേക്കണ കുറച്ച് ഡ്രസ്സിൽ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതും അതേപോലെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷയിലിരുന്ന് ചെയ്യണേന്. പക്ഷെ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് പശ വെച്ചാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കണത്. അതിനുശേഷം കൈ കൊണ്ട് തന്നെയാണ് തുന്നിയെടുക്കണത്. എന്താണെന്ന് വെച്ചാൽ മെഷീനിൽ തുന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൂചി ഒടിഞ്ഞ് പോകാനൊക്കെ ചാൻസ് കൂടുതലുണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലും വന്നേക്കണ സ്റ്റോൺ വർക്കാണ്. അപ്പോൾ മെഷീനായിട്ട് അടിക്കുമ്പോൾ സ്റ്റോണിൽ കൊണ്ട് സ്വാഭാവികമായിട്ട് സൂചി ഒടിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കൈ കൊണ്ട് തന്നെ നമുക്ക് പിടിപ്പിക്കാം, എന്നിട്ട് കൈ വെച്ച് തന്നെ സ്റ്റിച്ചും ചെയ്തെടുക്കാമെന്ന്. നല്ല വൃത്തിയിലുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അത്രയും പൈസ കൊടുത്ത് തയ്പ്പിച്ചെടുത്തതാണ് കേട്ടോ ബ്ലൗസ്. അത്യാവശ്യം പൈസയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുംബ്ലൂസ് നാരങ്ങ തിന്നണം കേട്ടോ. മാമൻ കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലുക്കെന്ന് പറയണത് നിങ്ങൾ കണ്ടു നോക്കുക. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ ബ്ലൗസിൽ ഫുള്ള് ഈ ലേസ് വർക്ക് തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണില്ല. കൈയിൻ്റെ അറ്റത്തൊക്കെ ഇത് തന്നെ. എനിക്ക് പക്ഷേ കൈയിൻ്റെ അറ്റത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ കല്യാണത്തിന് ഇടുമ്പോൾ കാണിച്ചു തരാവേ. ഇനി എനിക്ക് വെക്കാൻ ആ സംഭവം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചേച്ചീൻ്റെ ബ്ലൗസിലെ പോലെ തന്നെ ആ ലേസ് തന്നെ വാങ്ങി വെക്കൂട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇലക്കൊക്കെ ഇട്ടു കുളിച്ച് മാറിയത്. അതിനുശേഷം പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീടൊക്കെ അടിച്ചു വാരിയിട്ടോ. നമുക്ക് വൈകിട്ട് വിളക്കൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട ആരുടെ കല്യാണമെന്നൊക്കെ, എൻ്റെ ആണോ എന്നൊക്കെ വരെ അമ്മേനോടും അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നാളെ ഞാൻ പറയട്ടെ ആരുടെ കല്യാണമെന്നൊക്കെ ഉള്ളത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ.